ദലൈലാമയുടെ വളരെ പ്രസിദ്ധമായ ഒരു വാക്യം കേൾക്കുന്നത്. വളരെ അറിവുള്ള ആളുകൾ, വളരെ ബുദ്ധിജീവികളായ ആളുകൾ, മികച്ച സയൻറ്റിസ്റ്റുകൾ, ലോകത്തിങ്ങനെ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് പ്രഗത്ഭരായ ആളുകൾ ഇങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങ് നെറുകയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകം അങ്ങനെ അത്തരത്തിലുള്ള വലിയൊരു രീതിയിലേക്ക് ഇങ്ങനെ ആ ഒരു പരിവേശത്തിലേക്ക് എത്തി നിൽക്കുന്നു. വളരെ മികച്ച ആളുകൾ നമുക്ക് മുന്നിലുണ്ടാകുന്നു. പക്ഷേ അശാന്തിയാണ് നമുക്ക് ചുറ്റും കാണുന്നത്. ശാന്തമായി മനുഷ്യത്വം എവിടേക്കോ നമുക്ക് കൊഴിഞ്ഞു പോകുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് കേട്ടോ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂട് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂട് എന്ന് പറയുന്നത് നമ്മളെ വിചാരം ഒരു എയർ കണ്ടീഷൻ വാങ്ങിച്ചു വെച്ചാൽ ഇത് അവസാനിച്ചു എന്നുള്ളതാണ്. നമ്മൾ ആദ്യത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ചൂടാണ്, നമുക്കൊരു എയർ കണ്ടീഷൻ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഫാന് വാങ്ങിക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ സൊല്യൂഷൻ. അല്ലട്ടോ, നിങ്ങൾ എത്ര ഡിഗ്രി വരെ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും, അല്ലെങ്കിൽ മാറ്റാൻ പറ്റും നിങ്ങൾക്ക്? ഇപ്പം 41 ഡിഗ്രി വരെ നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. 50ൻ്റെ മുകളിലേക്ക് കഴിയുമ്പോൾ നമുക്ക് പറ്റില്ല, താങ്ങില്ല, മനുഷ്യൻ മരിച്ചു വീണുകൊണ്ടിരിക്കും. ഇഞ്ചിഞ്ചായി മനുഷ്യനെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. എന്തുകൊണ്ട് കാലാവസ്ഥക്ക് ഇത്ര വലിയ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളുടെ അടുക്കളയിലേക്ക് എത്തുന്നത് വരെ നമ്മൾക്ക് ചൂടുകൊണ്ട് നമ്മൾ പൊള്ളി, നമ്മൾ ആ നരകയാതനയിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ആലോചിക്കുന്നില്ല. നമ്മുടെ വിഷയമേ അല്ല അത്. നമ്മുടെ വിഷയം ഒരു എയർ കണ്ടീഷൻ വാങ്ങിക്കലാണ്, അല്ലെങ്കിൽ ഈവനിങ്ങിൽ ഒരു പാർക്കിൽ പോവലാണ്, അല്ലെങ്കിൽ കടപ്പുറത്ത് പോവലാണ്, അല്ലെങ്കിൽ നമുക്കങ്ങ് ഈ പാടത്തോ എവിടെയൊക്കെ പോയിട്ട് അല്പം കാറ്റ് കിട്ടില്ല. അല്ല കേട്ടോ, ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും നമ്മളെ ചുറ്റുവട്ടത്ത് പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്നത് കത്തിക്കാത്ത എത്ര പേരുണ്ട് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ സ്വയം ചോദിച്ചാൽ മതി, ഞാൻ കത്തിക്കുന്നുണ്ടോ ഇപ്പോഴും പ്ലാസ്റ്റിക്? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന അതിഭീകരമായ ഒരു അപകടം നമ്മളെ വേട്ടയാടാൻ പോകുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ